മലബാരീസ് ഇന്ത്യൻ കേരള റെസ്റ്റോറൻറ്റ്. നമസ്കാരമുണ്ട് കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു. മുസാമിയയിൽ ഒരു ഹോട്ടൽ ഇപ്പോൾ തുടങ്ങി, മലയാളി ഹോട്ടൽ. 3 മാസമായി. നമ്മുടെ ബഷീർ ഭായി ആണ് ഇത് നടത്തുന്നത്. ഇവരുടെ ഒരു കട ജനതിരയിലും ഉണ്ട്, റോയൽ റെസ്റ്റോറൻറ്റ് എന്ന പേരിൽ ജനതിരയിൽ. അപ്പോൾ ഹോട്ടലിൻ്റെ ആഘോഷമൊക്കെ നമുക്ക് കാണാം. വളരെ നീറ്റ് ആൻഡ് ക്ലീനാണ്. വേണ്ടേ, ആഘോഷമൊക്കെ നമ്മൾ കാണുകയാണ്. ഇഷ്ടം പോലെ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. ബഷീർ ഭായി പറഞ്ഞ് ഏകദേശം 80-ൽ പരം ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റും. അതുപോലെ ഫാമിലിക്ക് വേണ്ടി പ്രത്യേക അറേഞ്ച്മെൻറ്റ് റൂമൊക്കെ ഇവിടെ ഉണ്ട്. ക്ലീൻ ആൻഡ് നീറ്റാണ്. പിന്നെ നമുക്കറിയാം ഭക്ഷണം, ഇവരുടെ ഭക്ഷണം നല്ല ഭക്ഷണമാണ്. ഞാൻ പലപ്പോഴും ഇവിടുന്ന് കഴിച്ചിട്ടുണ്ട്. നല്ല ഭക്ഷണമാണ്. നമുക്ക് അത്യാവശ്യം നല്ല ഭക്ഷണമാണ് വേണ്ടത്. പൈസ 1-2 റിയാൽ കുറഞ്ഞാലും കൂടിയാലും വായിക്ക് രുചിയുള്ള, വയറ്റിന് പിടിക്കുന്ന നല്ല ഭക്ഷണം, അതാണല്ലോ നമുക്ക് അത്യാവശ്യം. വേണ്ട മുട്ട റോസ്റ്റ്, പിന്നെ മറ്റുള്ള എല്ലാ കറികളും ഇതെല്ലാം നിങ്ങൾക്ക് കാണാം. പിന്നെ ന്യായമായിട്ടുള്ള വിലയേ ഉള്ളൂ കേട്ടോ. ആണ്ടൊരു ചേട്ടൻ ഇവിടെ മീൻ ഫ്രൈ ചെയ്യുന്നു. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, ഇവിടുത്തെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അണ്ണന്മാരും ചേട്ടന്മാരും അനിയന്മാരും ഒക്കെ നല്ല സഹകരണമുള്ളവരാണ്. ആണ്ട് ഏത് വിധത്തിലുള്ള നമുക്കിഷ്ടമുള്ള ചോറ്, ഏത് അരിയുടെ ചോറ് വേണമെന്ന് വെച്ചാൽ അത് നമുക്കിവിടെ ലഭിക്കും. പിന്നെ സാമ്പാർ, അതുപോലെ മറ്റുള്ള തോരൻ കാര്യങ്ങൾ എല്ലാം ഉണ്ട്. നമുക്ക് വിശദപരമായിട്ട് ബഷീർ ഭായിയോട് ചോദിക്കാം. ഇനി നമുക്ക് ഔട്ട് സൈഡിൽ പാർക്കിംഗ് ഒക്കെ ഒന്ന് കാണാം. ഇതിൻ്റെ കറക്റ്റായിട്ട് ലൊക്കേഷനും കാര്യങ്ങളും ഒക്കെ ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും. ഇത് മുസാമിയ, നമ്മൾ റിയാദിൽ നിന്ന് ദിറാവ് ഇറങ്ങി എക്സിറ്റ് 4 കറങ്ങി കയറി മക്ക റോഡ്, മക്ക ഹൈവേയിലോട്ട് നമ്മൾ കയറുമല്ലോ, അവിടായിട്ടാണ് ഈ ഹോട്ടൽ. ഓറഞ്ച് പെട്രോൾ പമ്പ് വല സൈഡ്. നല്ല സൗകര്യമുണ്ട്. പാർക്കിംഗ് ഏരിയ ഒക്കെ ഇഷ്ടം പോലുണ്ട്. നിങ്ങൾക്കിപ്പോൾ പാർക്കിംഗ് ഏരിയ കാണാൻ പറ്റും. നല്ല പാർക്കിംഗ്, അകത്തും പുറത്തും ഒക്കെ പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഈ ഉംറയ്ക്ക് പോകുന്ന ബസ്സുകൾക്കൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. പിന്നെ നമുക്ക് ട്രയലർ ഓടിക്കുന്ന, അതുപോലെ കാറിൽ പോകുന്ന മലയാളികൾക്ക് എല്ലാം അകത്തും പുറത്തുമായിട്ട് നല്ല പാർക്കിംഗ് ഏരിയ ഉണ്ട്. നമ്മൾ ജിദ്ദയിൽ നിന്ന് വരുമ്പോൾ എക്സിറ്റ് 4-ന് മുമ്പായിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ ഓറഞ്ച് പമ്പ്. റിയാദിൽ നമ്മൾ മക്ക റോഡിൽ കയറുമ്പോൾ ഉടനെ തന്നെ കറങ്ങി മുസാമിയിൽ എത്തുമ്പോൾ വല സൈഡിലായിട്ട് ഈ ഓറഞ്ച് പമ്പ്, അവിടെയാണ് നമ്മുടെ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. ഇനി നമ്മൾ അകത്ത് കയറി പരിചയപ്പെടാം. അതുപോലെ കൂട്ടുകാരെ, ഈ ദുബായ്, ഖത്തർ, ബഹ്റൈൻ, ഒമാനിൽ നിന്നും ഉംറയ്ക്ക് പോകുന്ന ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ ഉണ്ടല്ലോ, അവർക്കും വേണ്ടി പ്രത്യേകിച്ച് ആഹാരങ്ങളൊക്കെ ഒരുക്കുന്നുണ്ടെന്ന് ഭായി പറയുവാനിടയായി. അവർക്ക് ഒരു 2-3 മണിക്കൂർ മുമ്പ് വിളിച്ച് പറഞ്ഞാൽ എല്ലാം ഇഷ്ടപ്പെട്ട ആഹാരം റെഡിയാക്കി കൊടുക്കുക. ഏകദേശം 80 പേർക്കുള്ള 2 ബസ് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഇതാണ് നമ്മുടെ ബഷീർ ഭായി. ബഷീർ ഭായി ഇപ്പം ആഹാരത്തിൻ്റെ ഐറ്റങ്ങളൊക്കെ എന്നോട് പറയും. ഞാൻ എല്ലാ കാര്യവും നിങ്ങളോട് പറയാം. ഉച്ചയ്ക്ക് ലഞ്ചിനുള്ള ആഹാരം നാടൻ ചോറ്, കുത്തിരിച്ചോറ്, അതുപോലെ വെള്ളരിച്ചോറ്, ബാരിക്ക് റൈസ്, പിന്നെ ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, ബീഫ് ബിരിയാണി, പിന്നെ കറികൾ ബീഫ് കറി, ചിക്കൻ കറി, പച്ചക്കറി, മുട്ടക്കറിയൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ രാവിലെ നമുക്ക് ദോശ, ഇഡ്ഡലി, പൊറോട്ട, ചപ്പാത്തി, പുട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. വൈകിട്ട് നല്ല ആഹാരങ്ങളുണ്ട്. ബീഫ് ഫ്രൈ, ചിക്കൻ ചില്ലി, ചിക്കൻ 65, മുട്ടക്കറി, ബിരിയാണി, പച്ചക്കറി, എല്ലാ ഐറ്റങ്ങളും രാത്രിയിലും നമുക്കിവിടെ ലഭ്യമാണ്. അതുപോലെ ഉംറയ്ക്ക് പോകുന്ന ബസ്സുകളൊക്കെ ഉണ്ടല്ലോ, ദുബായ്, ഖത്തർ, ബഹ്റൈൻ, ഒമാനിൽ, ഇവിടെ നിന്നൊക്കെ വരുന്ന ബസ്സുകൾക്ക് ഇവിടെ ആഹാര സൗകര്യങ്ങൾ ഒരുക്കുന്നതായിരിക്കും. കുറച്ച് സമയത്തിന് മുമ്പ് വിളിച്ച് പറയുക, എല്ലാം റെഡിയാക്കി വെക്കും. പ്രത്യേകിച്ച് ഫാമിലിക്ക് ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. 2 ബസ്സോളം പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഏകദേശം 10-80 പേർക്ക് ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. ഫുഡ് നല്ല ഫുഡാണ്. നമുക്ക് ഇഷ്ടമുള്ള, വായിക്ക് ടേസ്റ്റുള്ള, വയറിന് പിടിക്കുന്ന നല്ല ഭക്ഷണങ്ങൾ ഇവിടെ ഉണ്ടാക്കി തരും. നേരത്തെ വിളിച്ച് പറയണം. അതുപോലെ ഇവിടെ ഓടിക്കുന്ന, ട്രയലർ ഓടിക്കുന്ന എല്ലാ അണ്ണന്മാർക്കും ചേട്ടന്മാർക്കും അനിയന്മാർക്കും ഇവിടെ ഒന്ന് ഭക്ഷണം കഴിക്കാം. കാറിൽ നിങ്ങൾ പോകുന്നവർക്കെല്ലാം ഈ ഹോട്ടലിൽ ഒന്ന് ഭക്ഷണം കഴിക്കാം. ഇത് മുസാമിയയിലാണ്, റിയാദ് എക്സിറ്റ് 4 മുസാമിയ, മക്ക റോഡിൽ. അപ്പോൾ ഇവിടുത്തെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇനിയും പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.